SRH എല്ലാ ടീമിനോടും ചെയ്യുന്നത് LSG ഇന്ന് തിരിച്ച് അവരോട് ചെയ്യുന്നു. അവരുടെ തട്ടകത്തിൽ പോയി അവരെ അടിച്ച് തോൽപ്പിച്ചു എന്ന് പറയും. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. തുടക്കം മുതലേ നല്ലൊരു പ്ലാനിങ് LSGയിൽ കാണാനുണ്ടായിരുന്നു. ക്യാപ്റ്റനും കോച്ചും കൂടെ ടോസ് ലഭിക്കുന്നു. SRHനെ ബാറ്റിങ്ങിന് പറഞ്ഞയക്കും. അടുത്ത 6 ഓവറിൽ 1-2 വിക്കറ്റ് ലഭിക്കുക, 200 റൺസിനകത്ത് അവരെ തളയ്ക്കുക. അവരുടെ പ്ലാൻ പോലെ തന്നെ ബോളർമാർ അവരുടെ കൂടെ നിന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഷാർദുൽ താക്കൂർ, ായ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷൻ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇഷാൻ കിഷനെ പുറത്താക്കുന്നു, അഭിനവ് മനോഹറിനെ പുറത്താക്കുന്നു, മുഹമ്മദ് ഷാമിയെ പുറത്താക്കുന്നു. നല്ലൊരു തുടക്കം ഷാർദുൽ താക്കൂറിന് എന്തായാലും തുടങ്ങി കൊടുക്കാനായി മനോഹരമായ ഒരു ഇന്നിങ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്രിക്കറ്റർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റ് അല്ലെങ്കിൽ ബോള്, ഷാർദുൽ താക്കൂറിന്റെ ബോള് സംസാരിക്കും. ഈ കഴിഞ്ഞ IPL ഓപ്ഷനിൽ ഒരു ടീമും പുള്ളിയെ ലേലത്തിൽ എടുക്കുന്നില്ല, എല്ലാവരും താഴെ. എന്നാൽ LSGയുടെ ടീമിലെ ബോളർമാരെല്ലാം ഇഞ്ചുറി ആയിട്ട് പലരും പല ഇഞ്ചുറി ആയിട്ട് ടീമിനൊപ്പം ചേരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഗീർ ഖാൻ ഫോൺ എടുക്കുന്നു, താക്കൂറിനെ വിളിക്കുന്നു, താക്കൂർ ടീമിനൊപ്പം ചേരുന്നു. കഴിഞ്ഞ കളിയിൽ 2 വിക്കറ്റ്, ഈ കളിയിൽ 4 വിക്കറ്റ്. മനോഹരമായ കംബാക്ക് എന്ന് പറയുന്നത്. താക്കൂറിന്റെ ബോളുകൾ BCCയുടെ അടുത്താണെങ്കിലും എടുക്കാതെ പോയ IPL ടീം ഉടമകളോടായാലും താക്കൂറിന്റെ ബോൾ സംസാരിച്ചു. നല്ലൊരു പെർഫോമൻസ്. ഇതിൽ നല്ല ഒരു കംബാക്ക് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പർപ്പിൾ ക്യാപ്പ് ഹോൾഡറിനും കൂടെ ആയി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനിടയായി തീർന്നു. പിന്നെ നോക്കുമെങ്കിൽ പ്രിൻസ് യാദവ് ഏറ്റവും അപകടകാരിയായ ട്രാവസ് ഹെഡിനെ പറഞ്ഞയക്കുന്നു. ട്രാവസ് ഹെഡ് ഏകദേശം 35 റൺസ് നിൽക്കുമ്പോഴത്തേന് നിക്ലസ് പൂരം കൊണ്ട് കളഞ്ഞതാണ്. അതോടെ എല്ലാവരും വിചാരിച്ചു ഇനിയിപ്പം പുള്ളിയെ പിടിച്ചാൽ കിട്ടത്തില്ല, 75 അല്ലെങ്കിൽ 100 പോകുമെന്ന് വിചാരിച്ചു. എന്നാൽ കറക്റ്റ് സമയത്ത് പ്രിൻസ് യാദവിനെ കൊണ്ടുവരുന്നു. പുള്ളിയുടെ വീക്ക്നെസ് മനസ്സിലാക്കിയ പ്രിൻസ് യാദവ് കറക്റ്റ് സ്റ്റംപ് ടു സ്റ്റംപ് മാത്രം എറിയുന്നു. യു മിസ് ഐ വിൽ ഹിറ്റ്. അതുപോലെ തന്നെ ഒരു ബിഗ് ഷോട്ടിന് ശ്രമിക്കുന്നു, ഒരു ഫുൾ ലെങ്ത് ഡെലിവറി പുള്ളിയുടെ കുറ്റി തെറിപ്പിക്കും. ട്രാവസ് ഹെഡിന് ബോൾ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ എറിയണം. പുള്ളിയുടെ വീക്ക്നെസ് അത് തന്നെയാണ്. അല്പം ഒരു സ്വിങ്ങും കൂടെ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് സ്റ്റംപ് ടു സ്റ്റംപ് എറിയുക, അല്ലെങ്കിൽ പുള്ളിയുടെ പാഡിൽ എറിയുക. പ്രിൻസ് യാദവ് എന്നാലും പഠിപ്പിച്ചു കൊടുത്ത് അതേ പ്ലാനുമായിട്ട് വന്നു, ബോൾ ചെയ്തു, എന്തായാലും പുള്ളിയുടെ വിക്കറ്റ് കിട്ടി. അത് മനോഹരമായ ഒരു വിക്കറ്റ് ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടെ ഏകദേശം LSG ടീം തിരിച്ചു വന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. SRHന്റെ ബാറ്റിംഗ് നോക്കുമെങ്കിൽ വലിയൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ എന്തായാലും ഇന്ന് അവർക്ക് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഇത് തന്നെ ആയിരിക്കണം എല്ലാ ടീമുകളും അവരോട് കാണിക്കേണ്ട ഒരു സ്ട്രാറ്റജി. അവരുടെ ഓപ്പണർമാരെ എന്തായാലും പറഞ്ഞയക്കാൻ നോക്കുക. അവരെ ട്രാവസ് ഹെഡിനെ ആയാലും അഭിഷേക് ശർമ്മ ആയാലും തുടക്കത്തിൽ തന്നെ 6 ഓവറിനകത്ത് അവരുടെ വിക്കറ്റ് എങ്ങനെയെങ്കിലും നേടുക. പിന്നെ മിഡിലിൽ പോയി റെഡ്ഡിയോ കാൽസനോ അടങ്ങുന്നുള്ള ഒരു വിക്കറ്റ് നേടുക. തീർച്ചയായിട്ടും ഏത് ടീമിനായാലും 200 റൺസിന് അകത്ത് ഇവരെ പിടിച്ചു കെട്ടാൻ കഴിയും. ട്രാവസ് ഹെഡിന്റെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ലഭിച്ചില്ല എങ്കിൽ പിന്നെ 240 250 കുറഞ്ഞവർ സംസാരിക്കത്തേ ഇല്ല. ഇവരുടെ ബാറ്റ് അങ്ങനെ തന്നെ സംസാരിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. എല്ലാവരും ഒരുമിച്ച് ഔട്ട് ഓഫ് ഫോമിലേക്ക് പോകുക. നിതീഷ് കുമാർ റെഡ്ഡിയെ നോക്കുവാണെങ്കിലും ഇന്ന് വലിയൊരു ഫോമിൽ അല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പുള്ളി 28 ബോളിൽ 32 റൺസേ പുള്ളിക്ക് നേടാനായുള്ളൂ. ഏകദേശം 2 ബൗണ്ടറി മാത്രമേ എടുത്തുള്ളൂ. കാൽസന്റെ ഒരു അൺലക്കി ഡിസ്മിസ് ആയി പോയി. അതുകൊണ്ട് ഏകദേശം അവരെ ഒന്ന് തളച്ചു നിർത്താൻ കഴിഞ്ഞു. 4 അങ്കിത് വർമ്മയും പാറ്റ് കമ്മിൻസും കൂടെ ചേർന്ന് ചെറിയൊരു ചെറുത്തീർപ്പിലൊക്കെ നടത്തി 190 റൺസ് എന്ന ഒരു സ്കോറിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഡ്യൂ അവിടെ ഇല്ലായിരുന്നു. ഇന്ന് ഡ്യൂ ഒട്ടും അവിടെ ഇല്ലായിരുന്നു. ആ ഒരു 190 റൺസ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലെ ബാറ്റിംഗ് പിച്ചിൽ, ആ റോഡ് പോലെയുള്ള പിച്ചിൽ അത് 190 റൺസ് ഒരു വലിയൊരു സ്കോർ അല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതാണ് അതിന്റെ റിപ്ലൈ നമ്മൾ അവിടെ കാണാൻ കഴിയുന്നത്. ഇത് മനോഹരമായിട്ട് അവരത് ചേസ് ചെയ്ത് നോക്കിക്കോണേ. ജിയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിച്ചൽ മാഷ് BGTയിലും വളരെ മോശം ഫോം ആയിരുന്നു. എന്നാൽ IPLലേക്ക് തിരിച്ചു വരുന്നു. പുള്ളി ഫോമിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞു. മനോഹരമായ ഇന്നിങ്സ് കളിക്കുന്നു. ഏകദേശം 31 ബോളിൽ 52 റൺസ് എടുക്കുന്നു. 7 4ഉം 2 6ഉം അടിക്കുന്നു. ഇവരെ ടീമിൽ നോക്കുമെങ്കിൽ മാത്രം എന്ന് പറഞ്ഞാൽ പ്ലേയിങ് 11 പോലും കളിക്കാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഏത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മാക്ര ടീമിൽ കളിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നിക്ലസ് പൂരൻ എൻ്റെ അമ്മോ 6ന്റെ റൺ മഴയായിരുന്നു പറഞ്ഞാൽ. ഈ പുള്ളിക്കാരൻ്റെ ടൈമിംഗ് ആണ് അപാരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്ത് സിമ്പിളായിട്ടാണെന്ന് പുള്ളി 6 അടിക്കുന്നത്. സാമ്പയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന അടി കണ്ടപ്പോഴത്തേന് സിമ്പിളായിട്ട് നൈസായിട്ടില്ല. വീഡിയോ ഗെയിമിലൊക്കെ കാണുന്ന പോലെ നൈസായിട്ട് തട്ടി വിടുന്ന കാണുന്നത്. നല്ല മനോഹരമായ ഇന്നിങ്സ്. എന്തായാലും ഈ സീസണിലെ ഏറ്റവും വേഗതയേറിയ 50 എന്തായാലും നിക്ലസ് പൂരന്റെ നേടാൻ കഴിഞ്ഞു. നല്ല ഒരു ഇന്നിങ്സ്. എന്തായാലും ഈ 193 റൺസ് ചേസ് ചെയ്യുമ്പോഴത്തേന് ആ ഒരു 70 റൺസ് ടീമിനെ സംബന്ധിച്ചോളം നല്ലൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു. പിന്നെ ഋഷഭ് പന്ത് എന്തോ പറയാനാ, ക്യാപ്റ്റൻസി ഒക്കെ കൊള്ളായിരുന്നു. പക്ഷേ വൈറ്റ് ബോളിൽ ഋഷഭ് പന്തിന്റെ ഭാവി ആശങ്ക തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പുള്ളിയെ സംബന്ധിച്ചുള്ള ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്പണറായിട്ട് കളിക്കുക. മാക്രത്തെ മാറ്റി ഒന്ന് ഓപ്പണറിൽ ഒന്ന് പരീക്ഷിക്കുക. പുള്ളിയെ സംബന്ധിച്ചോളം ക്യാപ്റ്റൻസിയിൽ ആ ടെൻഷൻ വരാം. ഞാൻ 27 കോടി രൂപ കൊടുത്തിട്ട് എനിക്ക് ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വരാം. അത് ടീമിനെ ബാധിച്ചേക്കാം. അതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാക്രത്തെ മാറ്റി നിർത്തുക, പന്തും മിച്ചൽ മാഷും കൂടെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പുള്ളിക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാച്ച് എന്തായാലും വിജയിപ്പിച്ച് നല്ലൊരു ക്യാപ്റ്റൻസിയൊക്കെ തന്നെ കാഴ്ച
കാഴ്ചവെച്ചു. ബോളിംഗ് റൊട്ടേഷൻ ആയാലും കാര്യങ്ങളെല്ലാം നല്ല മനോഹരമായിരുന്നു. പക്ഷേ ബാറ്റിങ്ങിലെ കൺസേൺ ഋഷഭ് പന്തിനെ സംബന്ധിച്ചുള്ള ഒരു ക്യാപ്റ്റനാണ്, ജസ്റ്റ് ഒരു കീപ്പർ അല്ല. ഈ മത്സരത്തിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു, ഒരു അത്യാവശ്യം ഒരു സ്കോർ 30+ സ്കോറെങ്കിലും ചെയ്ത് അടുത്ത മത്സരത്തിൽ ആ ഒരു കോൺഫിഡൻസുമായിട്ട് പോകാൻ. എന്നാലും അത് കഴിഞ്ഞില്ല. പിന്നെ ബഡോണി കഴിഞ്ഞ മത്സരത്തിൽ മോശം പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോഴും ആ ഒരു മോശം പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. SRHയോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു സെയിം ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. പന്തിന്റെയും ബഡോണിയുടെയൊക്കെ ഒരു പെർഫോമൻസ് ആണ്, പ്രത്യേകിച്ച് പിന്നെ അക്രത്തിന്റെ. പിന്നെ മില്ലറെ സംബന്ധിച്ചോളം നല്ല ഫോമിൽ തന്നെയാണ്. സമതും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ബോളർമാർ നോക്കുവാണെങ്കിൽ ആവേശ് ഖാൻ അറിയില്ല, നല്ല രീതിയിൽ റണ്ണ് വിട്ടു കൊടുക്കുന്നുണ്ട്. ആവേശ് ഖാനെ സംബന്ധിച്ചിടത്തോളം ആവേശ് ഖാൻ ഇന്ന് രാവസിന്റെ എടുത്തിട്ട് അടിയായിരുന്നു. അറിയില്ല, എന്തായാലും അടുത്ത കളിയിൽ ആവേശ് ഖാൻ തിരിച്ചു വരാൻ കഴിയട്ടെ. ബോളിങ്ങിൽ ഏതെങ്കിലും ദിവസം ഒരു ഓഫായി പോകുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു പരാജയത്തിലേക്ക് പോകാൻ. ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ നല്ലൊരു ടീം തന്നെയാണ്, നല്ല ലൈനപ്പാണ്, എല്ലാ ചേരുവകളും ഉള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. കൺസേൺ പന്ത്, ബഡോണി. ബോളിംഗ് നോക്കുവാണെങ്കിൽ താക്കൂർ ആയാലും പ്രിൻസ് യാദവ് ആയാലും രവി വിഷ്ണു ആയാലും നല്ല രീതിയിൽ ബോൾ ചെയ്തു. അങ്ങനെ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ LSG 2ാം സ്ഥാനത്തേക്ക് കുതിച്ചു, SRH 6ാം സ്ഥാനത്തേക്ക് താഴെപ്പെട്ടു. നല്ലൊരു റൺ റേറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തായാലും LSGക്കായി. ഈ വിജയം എന്തായാലും അവർക്ക് മുൻപോട്ട് പോകാൻ ഒരു ഊർജം തന്നെ പകരും.